പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 22 ബുധൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒമാനി പൗരയ്ക്ക് നിയമസഹായം ലഭ്യമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യയിൽ താമസിക്കുന്ന ഇവർ ബന്ധു നൽകിയ പരാതിയെ തുടർന്ന് യാത്രാവിലക്ക് നേരിടുകയാണ്. ഈ വിഷയം സാമൂഹിക മാധ്യമങ്ങളിൽ പലരും ഉന്നയിച്ചതോടെയാണ് സംഭവത്തിൽ വിശദീകരണവുമായി വിദേശകാര്യ മന്ത്രാലയം എത്തിയിരിക്കുന്നത്. കേസ് പരിഹരിക്കപ്പെടുകയോ ഇരു കക്ഷികളും തമ്മിൽ രമ്യമായ ഒത്തുതീർപ്പിലെത്തുകയോ ചെയ്യുന്നതുവരെ അവർക്ക് യാത്ര ചെയ്യുന്നത് വിലക്കുണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ന്യൂഡൽഹിയിലെ ഒമാൻ എംബസി വിഷയത്തിൽ സജീവമായി ഇടപെടുന്നുണ്ടെന്നും മന്ത്രാലയം പറഞ്ഞു. നിയമസഹായം നൽകുന്നതിനായി എംബസി ഒരു നിയമസ്ഥാപനത്തെ നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ നിയമചട്ടക്കൂടുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഇരുകക്ഷികളും അവരുടെ കുടുംബ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ തർക്കത്തിന് പരിഹാരം കാണാൻ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ന് മുതൽ ശനിയാഴ്ച വരെ ഒമാന്റെ തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഒമാൻ കടൽ, പടിഞ്ഞാറൻ മുസന്തം ഗവർണറേറ്റിന്റെ തീരങ്ങൾ, അറബിക്കടലിന്റെ തീരങ്ങൾ എന്നിവിടങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. തിരമാലകളുടെ 2.5 മുതൽ 3 മീറ്റർ വരെ ഉയർന്നേക്കും. ഈ കാലയളവിൽ ജാഗ്രത പാലിക്കണമെന്നും സമുദ്ര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കണമെന്നും സിവിൽ ഏവിയേഷൻ അഭ്യർത്ഥിച്ചു. ഒമാനിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച പ്രവാസികൾ അറസ്റ്റിൽ. ഏഷ്യൻ പൗരന്മാരായ 5 പേരെയാണ് പിടികൂടിയത്. 55 കിലോയിലധികം വരുന്ന ക്രിസ്റ്റൽ മെത്ത്, ഹാഷിഷ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. കോസ്റ്റ് ഗാർഡ് പോലീസ് കമാൻഡിന്റെ സഹകരണത്തോടെ മയക്കുമരുന്ന്, സൈക്രോട്രോപ്പ് ലഹരി വസ്തുക്കൾ എന്നിവയെ പ്രതിരോധിക്കുന്നതിനുള്ള ജനറൽ ഡിപ്പാർട്ട്മെന്റാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വേതന സംരക്ഷണ സംവിധാനം തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപ്പാക്കിയിരിക്കുന്നതെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. WPS വഴി ശമ്പളം നൽകാത്തതുമായി ബന്ധപ്പെട്ട് പല സ്വകാര്യ സ്ഥാപനങ്ങൾക്കും പിഴ ഈടാക്കുന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം നടന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്. തൊഴിൽ വിപണിയിൽ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലാളികളുടെ അവകാശങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് WPS സംവിധാനം. തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിലുള്ള അംഗീകരിച്ച കരാറുകളുടെ നിബന്ധനകൾക്ക് അനുസൃതമായി വേതനം സമയബന്ധിതമായി നൽകുന്നത് ഉറപ്പാക്കുക, ന്യായവും സുസ്ഥിരവുമായ തൊഴിൽ അന്തരീക്ഷം വളർത്തിയെടുക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. വിവിധ ഘട്ടങ്ങളിലായി ഇത് നടപ്പിലാക്കാൻ സ്ഥാപനങ്ങൾക്ക് മതിയായ സമയവും ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും കരാർ ബന്ധങ്ങളിൽ വിശ്വാസവും സുതാര്യതയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഈ സംവിധാനം ഇതിനകം നടപ്പിലാക്കിയ സ്ഥാപനങ്ങളെയും ബിസിനസ് സംരംഭങ്ങളെയും അഭിനന്ദിക്കുകയാണ്. സംവിധാനവുമായി ബന്ധപ്പെട്ട ഏതൊരു സംശയങ്ങൾക്കും മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ആശയവിനിമയ മാർഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. തൊഴിലാളികളുടെ വേതനം നിശ്ചിത തൊഴിൽ കാലയളവ് പൂർത്തിയാക്കി 3 ദിവസത്തിനുള്ളിൽ ബാങ്കുകൾ വഴി കൈമാറണമെന്ന് കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു. നേരത്തെ 7 ദിവസം വരെ സമയം അനുവദിച്ചിരുന്നു. WPS വഴി ജീവനക്കാരുടെ ശമ്പളം കൈമാറിയിട്ടില്ലെങ്കിൽ 50 റിയാൽ പിഴ ചുമത്തും. ശമ്പളം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ആദ്യം മുന്നറിയിപ്പും പ്രാരംഭ വർക്ക് പെർമിറ്റ് നൽകുന്ന സേവനവും താൽക്കാലികമായി നിർത്തിവെക്കും. പിന്നീട് പിഴ ചുമത്തും. തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഇരട്ടിയാക്കുകയും ചെയ്യും. തൊഴിലാളികളുടെ വേതനത്തിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ തൊഴിലുടമ മന്ത്രാലയവുമായുള്ള തൊഴിൽ കരാറുകൾക്ക് അപ്ഡേറ്റ് ചെയ്യുകയും വേണം. ഇതിനിടെ WPSൽ രജിസ്റ്റർ ചെയ്യുന്നതിലോ നടപ്പാക്കുന്നതിലോ വീഴ്ച വരുത്തിയ
1,86,817 സ്ഥാപനങ്ങൾക്ക് തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് സന്ദേശം അയച്ചിരുന്നു. വലിയ വീഴ്ചകളുണ്ടാക്കിയ 57,396 സ്ഥാപനങ്ങൾക്ക് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയതായി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് 24,000 പരാതികളാണ് മന്ത്രാലയത്തിന് ലഭിച്ചത്. ഇതിൽ 13,000 പരാതികളും വേതനവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ദേശീയ സാംക്രമികേതര രോഗ സർവേയുമായി എല്ലാവരും സഹകരിക്കണമെന്നും കിംവദന്തികളെ അവഗണിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. എല്ലാ ഗവർണറേറ്റുകളിലും ആരോഗ്യ മന്ത്രാലയം നിലവിൽ സർവേയുടെ ആദ്യഘട്ടം നടത്തിവരികയാണ്. ഫീൽഡ് ടീമുകളുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് പൗരന്മാരിൽ നിന്നും താമസക്കാരിൽ നിന്നും പൂർണ്ണ സഹകരണം ഉണ്ടാകണം. റെസിഡൻഷ്യൽ മാപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും വീടുകളുടെ എണ്ണം കണക്കാക്കുന്നതിനും ട്രാക്കിംഗ് ആവശ്യങ്ങൾക്കായി വീടുകളിൽ QR കോഡ് സ്റ്റിക്കറുകൾ സ്ഥാപിക്കുന്നതിനുമുള്ള ഭവന സന്ദർശനങ്ങൾ സർവേയിൽ ഉൾപ്പെടുന്നുണ്ട്. സർവേയുടെ വിജയം ഉറപ്പാക്കുന്നതിനും പൊതുജനാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണ്. സർവേയെക്കുറിച്ചുള്ള ഏതൊരു കിംവദന്തികളും അവഗണിക്കണമെന്നും മന്ത്രാലയ ചാനലുകളിൽ നിന്ന് നേരിട്ട് ഔദ്യോഗിക വിവരങ്ങൾ തേടണമെന്നും ആരോഗ്യ മന്ത്രാലയം ഓൺലൈൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര നഴ്സിംഗ് സമ്മേളനം സംഘടിപ്പിച്ച് ബുർജിൽ ഹോൾഡിംഗ്സ് ഒമാൻ. നഴ്സിംഗിലെ മികവ് മെച്ചപ്പെടുത്തൽ, രോഗീ സുരക്ഷയിലും മികച്ച പരിചരണത്തിലുമുള്ള നൂതനത്വങ്ങൾ എന്ന പ്രമേയത്തിൽ മസ്കത്തിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിലായിരുന്നു സമ്മേളനം. മികച്ച പ്രതികരണമാണ് പരിപാടിക്ക് ലഭിച്ചത്. പൊതു-സ്വകാര്യ സ്ഥാപനങ്ങളിലെ 300-ലേറെ പേർ പങ്കെടുത്തു. ആരോഗ്യ മന്ത്രാലയത്തിലെ പ്രതിനിധികൾ, ആരോഗ്യ പരിചരണ രംഗത്തെ മുൻനിരക്കാർ, വിശിഷ്ടാതിഥികൾ പങ്കെടുത്തു. ധോഫാർ ഗവർണറേറ്റിലെ പൈതൃക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം 16% വർധനവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. അൽ-ഫലീദ്, സഹംറം ആർക്കിയോളജിക്കൽ പാർക്കുകൾ, വാദി തൗബ നാച്ചുറൽ റിസർവ്, വഫാർ ആർക്കിയോളജിക്കൽ സൈറ്റ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ വർഷം എത്തിയത് 1,55,795 സന്ദർശകരാണ്. ധാക്ക, മിർപാത്ത് കോട്ടകളിൽ മാത്രം 9,313 സന്ദർശകരാണ് എത്തിയത്. അൽ-ഫലീദ് ആർക്കിയോളജി പാർക്കിലായിരുന്നു കൂടുതൽ സന്ദർശകർ. 64,819 പേരാണ് ഇവിടെ സന്ദർശിച്ചത്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിന് അഭിനന്ദനം അറിയിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. അദ്ദേഹത്തിന്റെ ഭരണകാലയളവിൽ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെയെന്നും എല്ലാ തലങ്ങളിലും കൂടുതൽ നേട്ടങ്ങളും പുരോഗതിയും കൈവരിക്കുവാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താനും കഴിയട്ടെയെന്നും സുൽത്താൻ സന്ദേശത്തിൽ പറഞ്ഞു. വ്യോമാക്രമണങ്ങളുടെ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളോ ഭീതിപ്പെടുത്തുന്ന സൈനിക വാഹനങ്ങളുടെ കോലാഹലങ്ങളോ അടിയന്തരമായി അഭയം തേടേണ്ടതിന്റെ സാഹചര്യങ്ങളോ ഇല്ലാതെ ഫലസ്തീനികൾ പ്രഭാതങ്ങളെ വരവേൽക്കുന്നതിന്റെ സുവർണ ദിനങ്ങളാണ് ഗസയിൽ കടന്നുപോകുന്നത്. ഈ സന്തോഷ നിമിഷങ്ങൾക്കായി പ്രാർത്ഥനകളോടെ വർഷത്തിലേറെയായി കാത്തിരുന്ന ഒമാനിലെ ഫലസ്തീനി പ്രവാസികൾക്കും ഇത് ആനന്ദാശ്രു പൊഴിയുന്ന നേരമാണ്. ഫലസ്തീനിൽ ഇസ്രായേലിന്റെ അതിക്രമവും മാനുഷിക വിരുദ്ധ പ്രവർത്തനങ്ങളും തുടങ്ങിയ നാൾ മുതൽ ഏറെ വിതുമ്പലോടെയാണ്, അതീവ ആശങ്കയിലുമാണ് ഫലസ്തീൻ പ്രവാസികൾ കഴിഞ്ഞിരുന്നതെന്ന്. എന്നാൽ ഒമാൻ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിതോപാധി കണ്ടെത്തിയ ഫലസ്തീനികളിപ്പോൾ തങ്ങളുടെ ജന്മനാട്ടിലെ സാഹചര്യങ്ങളോർത്ത് മനസ്സിൽ സമാശ്വാസം കൊള്ളുകയാണ്. കഴിഞ്ഞ 15 മാസത്തിനിടെ ഉറ്റവരുടെ മരണവും അപകടാവസ്ഥയും ഓർത്ത് ഉറക്കമില്ലാത്ത നാളുകളാണ് കഴിഞ്ഞുപോയത്. ഇക്കാലയളവിൽ തന്റെ കുടുംബത്തോട് സംസാരിക്കുമ്പോഴെല്ലാം അവരുടെ ശബ്ദം താൻ അവസാനമായി കേൾക്കുന്നതായി ഭയപ്പെടുന്നുവെന്നായിരുന്നു ഓരോ ഫലസ്തീനും പറഞ്ഞിരുന്നത്.
എന്നാൽ ഇവരെയെല്ലാം ആശ്വാസത്തിന്റെ വാക്കുകൾ കൊണ്ട് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർത്തു നിർത്തി. തങ്ങളാൽ സാധിക്കുന്ന രൂപത്തിലെ ഒമാനിലെ ഔദ്യോഗിക സംവിധാനങ്ങൾ, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നൽകുന്ന സഹായങ്ങളിൽ സാമ്പത്തിക പിന്തുണ നൽകിയും മറ്റുമാണ് ഫലസ്തീനി പ്രവാസികൾ ജന്മനാടിനോട് ചേർന്നു നിന്നത്. തങ്ങളുടെ മറ്റു രാജ്യക്കാരായ സുഹൃത്തുക്കളെ ഇതിന്റെ ഭാഗമാക്കുകയും ചെയ്തിരുന്നു. ഗസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെ പിന്തുണ തുടരുമെന്ന് ഒമാൻ പ്രഖ്യാപിച്ചിരുന്നു. ഫലസ്തീനിൽ ആവശ്യമായ സഹായങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് ശ്രമങ്ങളുണ്ടാകും. ഗസയുടെ തിരിച്ചുവരവിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ രാജ്യം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നേരത്തെ നിരവധി തവണ ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര നിയമ വേദികളും ഫലസ്തീന് വേണ്ടി സുൽത്താനേറ്റ് ശക്തമായ നിലപാട് എത്തിയിരുന്നു. വെടിനിർത്തൽ കരാർ ഗസയിലേക്ക് മാനുഷിക ദുരിതാശ്വാസ സഹായങ്ങൾ ലഭ്യമാക്കാൻ സഹായകമാകുമെന്നും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. കരാർ സാധ്യമാക്കിയതിന് പിറകിലുള്ള ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ നിർണായക ശ്രമങ്ങളെയും സുൽത്താനേറ്റ് അഭിനന്ദിച്ചു. മറ്റ് രാജ്യങ്ങളുടെയും സംഭാവനകളെയും ഒമാൻ ചൂണ്ടിക്കാട്ടി. വെടിനിർത്തൽ ശാശ്വത സമാധാനം കൈവരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.